ഹായ്, എല്ലാവർക്കും നമസ്കാരം. നടൻ ബാല തൻ്റെ മുൻ പങ്കാളിയായിട്ടുള്ള എലിസബത്തിനെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നതൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. FIR ഇട്ടു എന്നൊക്കെ ബാല തന്നെ പറയുന്നത് നമ്മൾ കേട്ടു. നമുക്കറിയാം, കുറേ ദിവസമായിട്ട് എലിസബത്ത് താൻ അനുഭവിച്ച പീഡനങ്ങളെക്കുറിച്ച് എപ്പിസോഡായിട്ട് ഓരോ ദിവസം ചെയ്തുകൊണ്ട് വരികയായിരുന്നു. അതുതന്നെ ആയിരിക്കണം ബാലയെ പ്രകോപിപ്പിച്ചതെന്ന് തോന്നുന്നു. ഈ കേസിന് അടിസ്ഥാനവും അതാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം എലിസബത്ത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്ത് അവരനുഭവിച്ച ഓരോ കാര്യങ്ങളായിട്ട് പുറത്തു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കും തോറും അദ്ദേഹത്തിൻ്റെ ഇമേജിനെ ബാധിക്കും. അത് സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഉള്ള ഒരു ഇമേജ് ഏകദേശം തകർന്ന ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ഇനിയും കണ്ടിന്യൂസ് ആയി എലിസബത്ത് അവരനുഭവിച്ച പല കാര്യങ്ങളും തുറന്നു പറയുകയും അവർ കണ്ട പല കാര്യങ്ങളും തുറന്നു പറയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സിനിമാ ഫീൽഡിലായാലും പേഴ്സണൽ ലൈഫിലായാലും അദ്ദേഹത്തിന് അത് ഒരുപാട് ബാധിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് ഈ വീഡിയോസ് ഇടുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കേസ് കൊടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായിരിക്കണം അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. എലിസബത്തും അത് സംശയിക്കുന്നുണ്ട്. കാരണം ഇദ്ദേഹത്തെ കുറേ കാലമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ ഇയാൾ എങ്ങനെ ചിന്തിക്കും, എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളത് ഇപ്പോൾ അവർക്കും അറിയുന്നുണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ മെയിനായിട്ടുള്ള അയാളുടെ ഉദ്ദേശം ഇവർ വീഡിയോ ഇടുന്നത് അവസാനിപ്പിക്കുക എന്നുള്ളതായിരിക്കും. കാരണം ഇപ്പോൾ അവസാനം ഇയാൾ ഒരു ലൈവിൽ വന്നിട്ട് പറയുന്നുണ്ട്, ഇനി ഞാൻ ഒന്നിനുമില്ല, കേസ് കൊടുത്തു, ഇതോടുകൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്, നിർത്തുകയാണ്, അവർ സുഖമായി ജീവിക്കട്ടെ, ഞങ്ങളും സുഖമായി ജീവിക്കാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഇയാൾ മുൻപ് ആലോചിച്ചില്ല. കാരണം ആ കുട്ടി പിരിഞ്ഞു പോയിട്ട് വേറെ എവിടെയോ പോയി അതിൻ്റെ ജീവിതമാർഗമായിട്ട് പോയ സമയത്ത് അവൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ, എന്നെ വിട്ട് പോയല്ലോ, എന്തായാലും എവിടെയെങ്കിലും പോയി നല്ല നിലയ്ക്ക് ജീവിക്കുകയാണെങ്കിൽ ജീവിച്ചോട്ടെ, ഞാൻ അതിൻ്റെ വഴി തടസ്സപ്പെടുത്തണ്ട എന്ന് കരുതി അയാളുടെ പാട്ടിൽ പോകുമായിരുന്നെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ അയാളും ഭാര്യയും കൂട്ടിയിട്ട് നല്ല വെള്ള ചമയാൻ വേണ്ടിയിട്ട് തമിഴ്നാട്ടിൽ പോയിട്ടൊരു ചാനലിൽ അവരെ വളരെ മോശക്കാരിയായി ചിത്രീകരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കല്യാണം കഴിക്കേണ്ടി വന്നത് മറ്റുള്ളവർ മനസ്സിലാക്കുന്ന രീതിയിൽ. അതായത് അവർ മെൻ്റലി സ്റ്റേബിൾഡ് അല്ല, അവർ മരുന്ന് മാറ്റി തന്നു, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പാവം പിടിച്ച പെൺകുട്ടിയാണ്. അത് ഇതുവരെ ഇയാളെക്കുറിച്ച് ഒരു മോശം വർത്തമാനം പറഞ്ഞിട്ടില്ല, ഇയാളെക്കുറിച്ച് എന്തെങ്കിലും ആരോപണം ആരെടുത്ത് ഉന്നയിച്ചിട്ടില്ല, ഒരു കേസ് കൊടുത്തിട്ടില്ല, ഒരു വീഡിയോ ചെയ്യുമ്പോൾ പോലും ഇയാളെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ അത് മിണ്ടാതിരുന്നോളും എന്നാണ് ഇയാൾ കരുതിയത്. അതിൻ്റെ ക്യാരക്ടറിനെ ഡാമേജ് ആക്കിയാലും അപ്പോൾ അത് മിണ്ടാതിരുന്നോളെന്നാണ് ഇയാൾ കരുതിയത്. ഒരു പാവമല്ലേ, ഇയാളുടെ വാക്കിൽ തന്നെയാണെങ്കിൽ ഒരു രൂസ് പെണ്ണ്, ആ പെണ്ണ് മിണ്ടാതിരുന്നോളും എന്നാണ് ഇയാൾ കരുതിയത്. പക്ഷെ അവിടെയാണ് ഇയാൾക്കും ഭാര്യയ്ക്കും പഴിച്ചത്. കാരണം ഒരാൾ സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒരു പരിധിയില്ലേ. ക്ഷമിച്ച് ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടു കഴിഞ്ഞപ്പോൾ തൻ്റെ പ്രൊഫഷനെയും കൂടി അത് ബാധിക്കുന്ന കണ്ടപ്പോഴാണ് എലിസബത്ത് താൻ അനുഭവിച്ച പല കാര്യങ്ങളും തുറന്നു പറയാൻ തീരുമാനിക്കുന്നതും അങ്ങനെ അവരുടെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ അവർ തൻ്റെ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നതും. അത് പുറത്ത് വന്നതോട് കൂടിയിട്ട് ഭാര്യയ്ക്കും ഭർത്താവിനും ഇരിക്കപ്പുറത്ത് ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ അവരെ ഭീഷണിപ്പെടുത്തി പല രീതിയിൽ, നിങ്ങളുടെ പല കാര്യങ്ങളും പുറത്തു വിടും, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അതിലൊന്നും തളരാതെ, കാരണം മുൻപത്തെ എലിസബത്ത് ആണെങ്കിൽ ഈ ഭീഷണിയിൽ നിൽക്കുമായിരുന്നു എന്ന് അയാൾക്കറിയാം. കാരണം അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടാണല്ലോ അത്രയും കാലം ആ സ്ത്രീ കൂടെ കൊണ്ടു നടന്നിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാൽ ഈ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് എവിടെയെങ്കിലും പോയി ഒളിച്ചോളും എന്നാണ് ഇയാളും ഭാര്യയും കരുതിയത്. പക്ഷേ ഇപ്രാവശ്യം അയാളുടെ ചിന്തകളൊക്കെ തെറ്റിച്ചുകൊണ്ട് എന്ത് വന്നാലും ഞാൻ നേരിട്ടോളാം എന്നൊരു ലൈനിലേക്ക് എലിസബത്ത് മാറി. അപ്പം അതുകൊണ്ട് തന്നെ ഇയാളും ഇയാളുടെ ആളുകളും പല രീതിയിൽ ഇവരെ ഭീഷണിപ്പെടുത്തിയിട്ടും ഇവരെ വിളിച്ച് ഉപദേശിച്ചിട്ടും ഒക്കെ ഇതിൽ നിന്ന് പിന്മാറുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് കേസുമായിട്ട് മുന്നിട്ടിറങ്ങിയത്. മുന്നിട്ടിറങ്ങിയെന്ന് പറഞ്ഞാൽ പോലീസുകാരും മറ്റ് നിയമ സംവിധാനങ്ങളൊക്കെ ഇയാളുടെ കൈക്കുള്ളിലാണ്. അതുകൊണ്ട് തന്നെ ഇയാൾക്കറിയാം ഇയാൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കും. അതായത് എലിസബത്തിനെതിരെ കേസ് എടുക്കുകയോ ഇവരെ അറസ്റ്റ് ചെയ്യുകയോ ഒന്നും ആയിരിക്കില്ല അയാളുടെ ഉദ്ദേശം. ഈ വീഡിയോസ് സ്റ്റോപ്പ് ചെയ്യിക്കുക എന്നുള്ളത് മാത്രമാണ്. അതിൽ ഏകദേശം അയാൾ വിജയം കാണുകയും ചെയ്യും. കാരണം പോലീസുകാർ ആദ്യം പറയുന്നത്, ഇവരെ വിളിച്ചു വരുത്തി ആദ്യം പറയുന്നത് അതായിരിക്കും, ഇയാളെക്കുറിച്ചുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിർത്തണം, നിങ്ങൾ കോംപ്രമൈസ് ആയി പോകണം, ഇനി ഇയാൾ നിങ്ങളെക്കുറിച്ചൊന്നും പറയില്ല, നിങ്ങൾ ഇയാളെക്കുറിച്ചും ഒന്നും പറയരുത്, നിങ്ങളായി നിങ്ങളുടെ ലൈഫായി മുന്നോട്ട് പോകണം എന്ന് തന്നെയായിരിക്കും പോലീസുകാർ ആദ്യം പറയുക. അത് തന്നെയാണ് ഇയാളുടെ ഉദ്ദേശം. അതുപോലെ തന്നെ നമ്മുടെ മീഡിയകളെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. നമ്മൾ ഈ കാലത്ത് ജീവിക്കുന്നത് ഒരു പരിധി വരെ മീഡിയനെ വിശ്വസിച്ചിട്ടാണെന്ന് പറയേണ്ടി വരും. കാരണം നിയമ സംവിധാനത്തിലൊക്കെ പല പാളിച്ചകളും ഉണ്ടാകുമ്പോൾ നിയമത്തിൻ്റെ വഴിക്ക് പോകുന്ന പല ആളുകൾക്കും നീതി കിട്ടാതെ വരുമ്പോൾ പോലീസുകാരിൽ തന്നെ ഒരു വിഭാഗം അഴിമതിക്കാരുണ്ടാവുമ്പോൾ പണം വാങ്ങി ആടിനെ പട്ടിയാക്കുന്ന ഒരു സംവിധാനം നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ
എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് നീതി കിട്ടിയില്ലെങ്കിലും മീഡിയനെ സമീപിച്ച് അവരത് പുറത്തു കൊണ്ടുവന്ന് നമുക്ക് നീതി കിട്ടും എന്നൊരു വിശ്വാസം ഈ അടുത്ത കാലത്തായിട്ട് പൊതുജനങ്ങൾക്കിടയിൽ വ്യാപകമായിട്ടുണ്ട്. കാരണം അത് മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞാൽ തങ്ങൾക്ക് നീതി കിട്ടുമെന്നൊരു വിശ്വാസം വന്നിട്ടുണ്ട്. അത്രമാത്രം അവർ മീഡിയയെ വിശ്വസിക്കുന്നുണ്ട്, മീഡിയയുടെ ഇൻഫ്ലുവൻസിനെ വിശ്വസിക്കുന്നുണ്ട്. ആ സമയത്താണ് എലിസബത്ത് കുറേ ദിവസങ്ങളായിട്ട് ബാലയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിരന്തരം. ആ കുട്ടി റേപ്പ് ചെയ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ഏറ്റെടുക്കാൻ ആരും തയ്യാറായില്ല. അതിന് അവർ പറയുന്ന പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ കേസ് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് അത് നമുക്ക് ചർച്ചയ്ക്ക് എടുക്കാൻ കഴിയില്ല എന്നുള്ള ലൈനാണ്. ആയിക്കോട്ടെ, പക്ഷേ നമ്മുടെ നാട്ടിലുള്ള വനിതാ കമ്മീഷനും വനിതാ സംഘടനകളും ഒക്കെ എവിടെയെങ്കിലും എന്തെങ്കിലും ആരെങ്കിലും പറയുമ്പോഴത്തേക്ക് ഒരാളും പരാതി കൊടുക്കാതെ തന്നെ ഓടിപ്പോയി കേസെടുക്കുന്ന ഒരു ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ കുട്ടിയുടെ കാര്യത്തിൽ ഒരു വനിതാ സംഘടനകളോ വനിതാ കമ്മീഷനോ അങ്ങനെ റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പോലും കേസെടുക്കാൻ തയ്യാറില്ല. സ്വമേധയാ കേസെടുക്കാൻ തയ്യാറാവുക ഈ കുട്ടിയെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമുക്കുള്ള അറിവ്. അപ്പൊ സ്വാഭാവികമായിട്ടും എലിസബത്തിനെതിരെ കംപ്ലൈന്റ് കൊടുക്കാൻ വന്ന സമയത്ത് ഈ മീഡിയകൾ അത്രയും ബാലയുടെ മുമ്പിൽ മയക്കും കൊണ്ട് നിന്നിരുന്നു. നമുക്കറിയാം, ചത്ത് കിടക്കുന്ന ആളുടെ വായിലേക്ക് മയക്ക് തിരികിയിട്ട് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകര്. അങ്ങനെയുള്ള മാധ്യമ പ്രവർത്തകരെ ഈ ബാലയും ഭാര്യയും വക്കീലും കൂടി പറയുന്നതെല്ലാം ഒരു മറുവാക്കില്ലാതെ തൊണ്ട തൊടാതെ വിഴുങ്ങി അത് സംപ്രേഷണം ചെയ്തു എന്നുള്ളതാണ് അതിശയിപ്പിക്കുന്ന ഒരു കാര്യം. ഒരു മറു ചോദ്യം ഉണ്ടായില്ല. ഒരാൾ പോലും, ഒരു മീഡിയക്കാരൻ പോലും, ഒരു മീഡിയ പേഴ്സൺ പോലും മറുത്തൊരു ചോദ്യം ചോദിച്ചില്ല. എന്തുകൊണ്ട് നിങ്ങളിങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഇങ്ങനെ പറയാൻ പാടുണ്ടോ, അവർ പറയുന്നതിലും സത്യം ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ ഒരു സ്ത്രീ ഇങ്ങനെ പബ്ലിക്കലി വന്നിട്ട്, നിങ്ങളുടെ കൂടെ എത്രയോ വർഷം കഴിഞ്ഞൊരു സ്ത്രീയാണ്, അവരിങ്ങനെ പബ്ലിക്കലി വന്ന അവരൊരു ഡോക്ടർ കൂടിയിട്ടാണ്, പറയുമോ? അവർക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായത് കൊണ്ടല്ലേ അവർ പറഞ്ഞത്? അല്ലെങ്കിൽ നിങ്ങൾ അവരെ ജീവിക്കാൻ അനുവദിക്കാതെ പിന്തുടർന്ന് പല ആരോപണങ്ങളും അവർക്ക് നേരെ ഉന്നയിച്ചത് കൊണ്ടല്ലേ അവർക്ക് ഇങ്ങനൊരു അവസ്ഥയിൽ എത്തിച്ചേരേണ്ടി വന്നത് എന്നൊരു മറു ചോദ്യം ഒരു മാധ്യമ പ്രവർത്തകരും ചോദിച്ചില്ല. ഇത്രയും മാധ്യമ പ്രവർത്തകരെ മുന്നിൽ വെച്ച്, പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ വെച്ച്, കമ്മീഷൻ ഓഫീസോ മറ്റോ അതിന്റെ മുന്നിൽ വെച്ചിട്ട് പറയുകയാണ് മെന്റലി അൺസ്റ്റേബിൾഡ് ആണ്, ഒരു ഡോക്ടറായിട്ടുള്ള ഒരു പെൺകുട്ടി മെന്റലി അൺസ്റ്റേബിൾഡ് ആണ് എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ മെന്റലി അൺസ്റ്റേബിൾഡ് ആണെന്നാണോ അതിൻ്റെ അർത്ഥം? സാധാരണക്കാർക്ക് പോലും ഡിപ്രഷൻ ഉണ്ടാവാറുണ്ട്. വളരെ സാധാരണ ആളുകൾക്ക് പോലും ഡിപ്രഷൻ ഉണ്ടാവാറുണ്ട്. പല മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേർക്ക് പല ഘട്ടങ്ങളിൽ ഡിപ്രഷൻ ഉണ്ടാവാറുണ്ട്. അതൊക്കെ തരണം ചെയ്ത് വന്ന എത്രയോ ആളുകളുണ്ട്. ചെറുതായിട്ടും വലുതായിട്ടും ഒക്കെ ഉണ്ടാവുന്ന ആൾക്കാരുണ്ട്. സിവിയർ ആയിട്ട് ഡിപ്രഷൻ അനുഭവിക്കുന്ന ആളുകളും അതിന് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആളുകളും ഒക്കെ നമുക്കിടയിൽ സാധാരണയാണ്, ഇപ്പോൾ സർവ്വസാധാരണ. കാരണം നമ്മുടെ ജീവിതശൈലി അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഡിപ്രഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജീവിതശൈലി രോഗമായി മാറിയിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ. 100 പേരുണ്ടെങ്കിൽ അതിലൊരു 75 പേർക്കും ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഈ പറയുന്ന ബാലയ്ക്കും ഏതെങ്കിലുമൊക്കെ ഒരു ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ അയാളത് വലിയ സംഭവമാക്കി മാറ്റിയിട്ട് ഇവർ ആദ്യം കല്യാണം കഴിച്ചത് ഒരു ഡോക്ടറെയാണ്, അയാൾ ആകെ 2 ആഴ്ച ഇവരുടെ കൂടെ നിന്നിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് ആ 2 ആഴ്ച നിന്നിട്ട് അയാൾ പോയത്? അയാൾക്ക് അറിയാമായിരുന്നു, അയാൾ രക്ഷപ്പെട്ടു. അയാളുടെ ഭാര്യ അതിനു മുമ്പ് വന്ന് പറഞ്ഞെന്താണ്, നിങ്ങളുടെ ഡോക്ടറായിട്ടുള്ള ഭർത്താവില്ലേ അയാളുടെ കൂടെ പോയി താമസിക്കുകയെന്ന്. ഭർത്താവ് വന്നിട്ട് വേറൊരു വിധത്തിലും പറയുന്നു അയാൾ രക്ഷപ്പെട്ടു പോയി എന്ന്. ഇതിലേതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? അപ്പോൾ അവരുടെ ഭാഗം ജയിക്കാൻ വേണ്ടിയിട്ട് അവരെന്തും പറയും. അത് ഈ മാധ്യമങ്ങളും നിയമ സംവിധാനവും ഒക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങും. എലിസബത്ത് പറയുന്ന ആർക്കും കേൾക്കുകയും വേണ്ട, അറിയുകയും വേണ്ട. ഇപ്പൊ എലിസബത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ ബാലയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സംവിധായകൻ 2-3 എപ്പിസോഡായിട്ട് വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പം അയാൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ അയാൾ പറയുന്നുണ്ട്. അയാളുടെ ഈ ഓപ്പറേഷൻ നടന്ന സമയത്തൊക്കെ ഉള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിനു മുമ്പ് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എലിസബത്ത് എന്തുകൊണ്ട് കരൾ തന്നില്ല എന്ന് അയാളൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ ഞാൻ അതിന് കൃത്യമായി ഞാൻ ഊഹിച്ചതാണ് ആ മറുപടി. കാരണം എലിസബത്ത് കരൾ കൊടുത്തിരുന്നു എങ്കിൽ വീണ്ടും എലിസബത്തിനെ ഇയാൾക്ക് കൊണ്ടു നടക്കേണ്ടി വന്നേനെ. അതായത് എലിസബത്തിനോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവും സ്വാഭാവികമായിട്ട്, അല്ലേ? എനിക്ക് കരൾ തന്ന ആളാണെന്നുള്ളത്. അതുമല്ല, നാട്ടുകാരൊക്കെ ചോദ്യം ചെയ്യും. സ്വന്തം ഭാര്യ കൂടെ കൊണ്ടു നടന്നിട്ട് കരളും വാങ്ങി അതിന്റെ ജീവിതം വഴിയാധാരാക്കി എന്ന് പറയും, അല്ലേ? അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് ഇയാളുടെ മേൽ കൂടുതൽ അധികാരം എലിസബത്തിന് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ കുട്ടിയുടെ കരൾ സ്വീകരിക്കാതിരുന്നത്. അത് സത്യാവസ്ഥ തന്നെയാണ്. അല്ലാതെ ആ കുട്ടി കൊടുക്കാൻ തയ്യാറാവാതെ എന്നുകൊണ്ടല്ല. അതിപ്പോ ആ സംവിധായകൻ എന്ന് പറഞ്ഞൊരു വ്യക്തി പറയുന്നുണ്ട് 25 ലക്ഷം കൊടുത്തിട്ടാണ് ഇപ്പോൾ ഉള്ള ഡോണർ കരൾ നൽകിയത് എന്ന്. അയാൾ വന്നെന്താ പറഞ്ഞത്, ഞാനൊരു പൈസയും വാങ്ങിയില്ല, പക്ഷെ പല രീതിയിൽ അദ്ദേഹം എന്നെ സഹായിച്ചിട്ടുണ്ട് എന്ന്. മുമ്പ് എലിസബത്ത് ഇത് പറഞ്ഞാണ് ഇല്ലീഗലായിട്ടാണ് ആ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നതെന്ന്.
അപ്പോൾ ഇതിന് മുമ്പ് തന്നെ ഈ എലിസബത്തിനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഇയാൾക്ക് കരൾ രോഗം ഉണ്ടായിരുന്നു എന്ന് ഇയാൾക്കറിയാം. ഇയാളുടെ ജീവിത രീതികൾ വെച്ചിട്ട് നാളെ ഇയാൾക്ക് പിന്നെ ഇതുപോലെ ഓപ്പറേഷൻ വേണ്ടി വരുമെന്നും പിന്നെ ഇയാൾക്കറിയാം. അപ്പം അങ്ങനെയാണെങ്കിൽ തൻ്റെ കസ്റ്റഡിയിൽ തന്നെ 10 പൈസ ചെലവില്ലാതെ ഒരാൾ കരൾ തരാൻ ഉണ്ടാവട്ടെ എന്ന് കരുതി തന്നെ ആയിരിക്കണം ഈ എലിസബത്തിൻ്റെ ബ്ലഡ് ഗ്രൂപ്പൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് ഇവരെ കൂടെ കൂട്ടിയത്. കല്യാണം കഴിച്ചില്ല നിയമപരമായിട്ട്. അപ്പോൾ എപ്പോൾ വേണമെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം, ഇവരെ ആവശ്യത്തിന് യൂസ് ചെയ്യാമെന്നാണ് ഇയാൾ കരുതിയിട്ടുണ്ടാവുക. ഒരു ഡോക്ടർ കൂടിയിട്ടല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും തൻ്റെ എത്തിക്സ് വെച്ചിട്ട് ഈ സ്വന്തം ഭർത്താവിനെ പിന്നെ കരൾ വേണ്ടി വന്നു കഴിഞ്ഞാൽ സഹായിക്കാതിരിക്കില്ലല്ലോ. അതൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടാണ് ഈ കുട്ടിയെ കൂടെ കൂട്ടിയത്. കാരണം ഈ എലിസബത്ത് തന്നെ പറയുന്നുണ്ട്, മുൻപ് ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടികളോടൊക്കെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാന്ന് ഇയാൾ ചോദിച്ചിട്ടുണ്ടെന്ന്. അപ്പം ഇയാളുടെ ഉദ്ദേശം അത് തന്നെ ആയിരുന്നു. പക്ഷെ ഒരു ഘട്ടം എത്തിയപ്പോൾ ഇത് എലിസബത്ത് തൻ്റെ തലയിലായി പോകുമോ ഫുൾ ടൈം, അപ്പോഴത്തേക്ക് ഈ കോകിലയായിട്ടുള്ള ബന്ധം തുടങ്ങിയിരുന്നു. അപ്പോൾ ഈ കോകിലേനെ കല്യാണം കഴിച്ച് ജീവിക്കുകയും വേണം, എലിസബത്തിനെ ഒഴിവാക്കുകയും വേണം. എന്നാലോ ഇയാളുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ എലിസബത്ത് വേണം താനും. എലിസബത്ത് പറയുന്ന പോലെ തന്നെ മലമൂത്ര വിസർജനം കോരാനും ചന്തി കഴുകാനും ഒക്കെ ഈ എലിസബത്ത് വേണം താനും. അതായത് അതിനൊന്നും പൈസ കൊടുക്കാൻ ഇയാൾ തയ്യാറല്ല. ഇപ്പം ഈ സംവിധായകൻ പറഞ്ഞ പോലെ തന്നെ ഇയാൾ കോടീശ്വരനാണെന്ന് പറയുന്നുണ്ടെന്നല്ലാതെ ഇയാൾ 10 പൈസ ഒരാൾക്കും കൊടുക്കില്ല അത്രേ. ഇയാൾ കുടിക്കുന്ന പൈസ പോലും ഈ ചാരിറ്റിയിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടാത്രേ ഇയാൾ കുടിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ചാരിറ്റി എന്ന് പറഞ്ഞിട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഓരോ സ്ത്രീകളെ ഇയാൾക്ക് അയച്ചു കൊടുക്കുകയാണ് ചാരിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട്. ആ അക്കൗണ്ടിൽ നിന്നാണ് ഇയാൾ കുടിക്കാനുള്ള പൈസ പോലും എടുക്കുന്നതെന്ന്, ഇയാളുടെ സ്വത്തിൽ നിന്നല്ല. അപ്പം അങ്ങനെയുള്ളൊരു നമുക്കറിയാം ഇയാൾ അങ്ങനത്തെ അത്തരക്കാരൻ തന്നെ ആയിരിക്കുന്നു. കാരണം സ്വന്തം മോളുടെ പേരിൽ തുച്ഛമായ നക്കാപ്പിച്ച പൈസ പിന്നെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അതുകൂടി ചെയ്യാതെ ആ അടച്ച പൈസ പോലും അടിച്ചു മാറ്റിയ വിരുദ്ധനാണ്. അപ്പം ഇയാൾ ആർക്കൊക്കെ എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്കറിയാലോ. സ്വന്തം ചോരയ്ക്ക് കൊടുത്തില്ലെങ്കിൽ പിന്നെ ആർക്ക് കൊടുക്കും? അപ്പം അതുകൊണ്ട് തന്നെ 10 പൈസ ഇയാൾ ആർക്കും കൊടുക്കാൻ തയ്യാറല്ല. 10,000 രൂപ കൊടുത്താൽ 25,000 രൂപയുടെ പബ്ലിസിറ്റി കിട്ടുന്ന രീതിയിലാണ് ഇയാൾ ഓരോരുത്തർക്ക് 10,000 കൊടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ 10,000 കൊടുക്കുന്നതിന് വേറെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് 50,000 60,000 ഒക്കെ വാങ്ങിയിട്ടായിരിക്കും വല്ലവർക്കും 10,000 കൊടുക്കുന്നത്. ബാക്കി ഇയാൾ കുടിച്ചു തീർക്കുന്നുണ്ടാവും. ഇപ്പോൾ ആ സംവിധായകൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ്. അയാൾ പറയുന്ന അയാളുടെ തന്നെ ഈ ATM കാർഡ് കൊടുത്തിട്ട് കുപ്പി വാങ്ങിപ്പിച്ചിട്ടുണ്ട്. ആ ATM കാർഡ് എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ചാരിറ്റി ചെയ്യുന്ന അക്കൗണ്ടിൻ്റെ ATM കാർഡാണെന്നാണ് പറയുന്നത്. അതിൽ നിന്നാണ് ഇയാൾ കുടിക്കാനുള്ള പൈസ എടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം എത്രമാത്രം വൃത്തികെട്ടൊരു മനുഷ്യനാണ്. എന്നിട്ട് ഇവിടെ വന്ന് നല്ല വിള ചമയ. ഇയാൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് നിൽക്കാതെ തമിഴ്നാട്ടിൽ പോവാത്തത്? കേരളത്തിൽ നിന്നാലേ ഇയാൾക്ക് അവസരങ്ങൾ കിട്ടുള്ളൂ. സാധാരണ കേരളത്തിലുള്ള ആളുകൾ മലയാളികൾ എല്ലാവരും തന്നെ ചെന്നൈയിലൊക്കെ താമസാക്കുന്ന ആൾക്കാരാണ്. കാരണം അവിടെയാണ് കൂടുതൽ സ്കോപ്പ് ഉള്ളത് എന്നുള്ളത് കൊണ്ട് ചെന്നൈയിലൊക്കെ പോയി താമസിക്കുന്ന ആൾക്കാരാണ്. കേരളത്തിൽ താമസിക്കാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് നമ്മുടെ ആൾക്കാർ പോലെ. ഇയാൾ നേരെ തിരിച്ച് എത്രയോ വർഷങ്ങളായിട്ട് നമ്മുടെ കേരളത്തിൽ വന്ന് കേരളത്തിലുള്ള ആളുകളെ പറ്റിച്ച് ജീവിക്കുകയാണ്. അവർക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിൻ്റെ പിന്നാലെ വാലാട്ടി വരുന്ന ആൾക്കാരാണെന്ന് അറിഞ്ഞിട്ട് അവരെ പറ്റിച്ച് ജീവിക്കുകയാണ്. എത്രയും നാൾ കൊച്ചിയിലായിരുന്നു, ഇപ്പോൾ വൈക്കത്ത് എവിടെയോ ആണ്. ഇപ്പോൾ ചുറ്റുവട്ടമുള്ള ആളുകളെയൊക്കെ 10,000 5,000 ഒക്കെ കൊടുത്ത് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാൻ കഴിഞ്ഞത്. പല ആളുകളെയും വഴിയെ പോകുന്ന ആളുകളൊക്കെ പിടിച്ചു നിർത്തി 5,000 10,000 ഒക്കെ കൊടുത്തിട്ട് അതൊക്കെ ഷൂട്ട് ചെയ്ത് ചാരിറ്റി ആക്കി പ്രചരിപ്പിക്കുക. അങ്ങനെയുള്ള കലാപരിപാടിയൊക്കെ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നവരെ എല്ലാവരും പറയും ഇനി കോകിലയ്ക്കും ഈ അവസ്ഥ വരുന്നു. പക്ഷെ ഒരിക്കലും കോകിലയ്ക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ വരില്ല. അതിന് പ്രധാന കാരണം എന്താണെന്നറിയോ? ഇയാൾക്ക് ഇനി ഇയാളുടെ ഇമേജ് തിരിച്ചു പിടിക്കാനുള്ള ഏക മാർഗം ഇത് മാത്രമാണ്. ഇങ്ങനെയുള്ള ആൾക്കാർ അങ്ങനെയാണ്. എലിസബത്തിനാവട്ടെ ഇനി കുറച്ച് നാളത്തേക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഈ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ ഒരു അവസരത്തിനായിട്ട് ഇയാൾ കാത്തിരിക്കും. ഈ പെൺകുട്ടിയുടെ കൂടെ കൂടിയിട്ടുണ്ടാവും ആളുകൾ. സ്വാഭാവികമായിട്ട് ഇയാളുടെ ചാരന്മാർ പോലെ കുറേ ആളുകൾ ഉണ്ടാവും ഈ കുട്ടിയെ വാച്ച് ചെയ്യാനായിട്ട്. ഇതിന് എന്തെങ്കിലും ചെറിയൊരു പിഴവ് എവിടെയെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് മീഡിയയ്ക്ക് മുമ്പിൽ അയാൾ ഡയറക്റ്റായിട്ട് അവതരിപ്പിക്കില്ല. മീഡിയയ്ക്ക് മുമ്പിൽ വേറെ ആരെങ്കിലും വെച്ച് അത് വലിയ ഇതാക്കി മാറ്റും, സംഭവമാക്കി മാറ്റും. നമുക്കറിയാം അമൃത ഗോപിസുന്ദർ ബന്ധം അത്രയും വഷളാവാനുള്ള കാരണം ഇയാൾ തന്നെയാണ്. അതിന് ഭയങ്കരമായിട്ട് നെഗറ്റീവ് പബ്ലിസിറ്റി കൊടുത്ത് ഭയങ്കരമായിട്ട് പുച്ഛവും പരിഹാസവും ഒക്കെ നിറച്ച് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെയായിരിക്കും ഇനി എലിസബത്തിൻ്റെ അവസ്ഥ. ഇയാൾ വിടുവൊന്നുമില്ല. ഇയാളിപ്പോൾ പറഞ്ഞില്ലേ എനിക്ക് എൻ്റെ ജീവിതം പിന്നെ അവർക്ക് അവരുടെ ജീവിതം എന്ന് പറഞ്ഞില്ലേ, അതൊന്നും ആയിരിക്കില്ല. കുറച്ച് നാളൊക്കെ അടങ്ങിയിരിക്കും. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് സ്വന്തം പങ്കാളികളെ വേറൊരാളുടെ കൂടെ മനസ്സമാധാനമായിട്ട് കല്യാണം കഴിച്ച് ജീവിക്കുന്നതോ അവർ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ജീവിക്കുന്നതോ സന്തോഷമായിട്ട് ജീവിക്കുന്നതോ ഇവർക്ക് സഹിക്കാൻ കഴിയില്ല. അതാണ് ഇവരുടെ പ്രത്യേകത. എന്നാൽ അവർക്ക് സന്തോഷമായി കഴിയണം. അവർക്ക് എത്ര കല്യാണം കഴിക്കാൻ ആരുടെ കൂടെ വേണമെങ്കിൽ പോവുകയൊക്കെ ചെയ്യാം. പക്ഷേ എൻ്റെ കൂടെ കഴിഞ്ഞ പെണ്ണുങ്ങൾ നശിച്ചു പോകണം.
അവരെ ഡിപ്രഷൻ അനുഭവിച്ച് വീട്ടിൻ്റെ ഉള്ളിൽ ചടഞ്ഞുകൂടിയിരിക്കണം. അവർ പുറം ലോകം കാണാൻ പാടില്ല, വേറെ കല്യാണം കഴിക്കാൻ പാടില്ല, അവർ ഉയർന്നു വരാൻ പാടില്ല. അങ്ങനെ ഒരു ചിന്താഗതിയുള്ള ആൾക്കാരാണ് ഇത്തരക്കാർ. അങ്ങനെ ഒരുത്തൻ തന്നെയാണ് ഇയാളെന്നാണ് എലിസബത്തിൻ്റെ പല വീഡിയോസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇനി കോകിലെ മുൻനിർത്തിയിട്ടായിരിക്കും മുന്നോട്ട് പോകുക. ഒരു കണക്കിന് കോകില ഭാഗ്യവതിയാണെന്ന് പറയേണ്ടി വരും. കാരണം എന്താ അറിയോ, ഇപ്പോൾ കോകിലയുടെ കയ്യിലൊരു ഗ്രിപ്പുണ്ട്. ഇത്രയും ആളുകൾ ഇയാളെ പറ്റി നെഗറ്റീവ് പറഞ്ഞതിൻ്റെ പേരിലൊരു ഗ്രിപ്പ് കോകിലയുടെ കയ്യിലുണ്ട്. നാളെ ഇപ്പോഴൊക്കെ കോകിലയെ നല്ല സ്നേഹത്തിലൊക്കെ കൊണ്ടു നടക്കും. പിന്നെ ഇങ്ങനെയുള്ള ഈ വിവാദങ്ങളൊക്കെ കെട്ടടങ്ങി കഴിഞ്ഞാൽ ഇയാളുടെ ഉള്ളിലുള്ള ആ ഒരു ഇത് പുറത്തേക്ക് വരും, സ്വാഭാവികമായിട്ട് പുറത്തേക്ക് വരും. പക്ഷേ ആ പുറത്തേക്ക് വന്നാലും എലിസബത്തിനെ പോലെയോ അമൃതയെ പോലെയോ ഇവർക്ക് അനുഭവിക്കേണ്ടി വരില്ല. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇവരെ കൺട്രോൾ ചെയ്യാനുള്ള പവർ ഇയാൾ തന്നെ ഇവർക്ക് കൊടുത്തു കഴിഞ്ഞു. കാരണം ഈ ഇത്രയും വിവാദങ്ങൾ വന്ന ഇതിൽ ഇവരേതെങ്കിലും തരത്തിൽ പുറത്തു പോവുക, ഡിവോഴ്സ് ആവുക, ഇവർ തെറ്റിപ്പിരിഞ്ഞ് പോവുക ചെയ്താൽ അത് ഇയാളെ ബാധിക്കുമെന്ന് അയാൾക്ക് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ അടവ് പ്രയോഗിച്ചിട്ട് ഇയാൾ അവരെ കൂടെ നിർത്താനേ ശ്രമിക്കുള്ളൂ, ഒരു സംശയമില്ല. പക്ഷേ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടായാലും അവർക്ക് അതിൽ നിന്ന് ഊരിപ്പോരാൻ പറ്റാത്ത രീതിയിൽ അവരെ ലോക്ക് ചെയ്തിട്ടുണ്ടാവും ഇയാൾ. മുൻപും സംഭവിച്ചത് തന്നെ. അതുകൊണ്ടാണ് അമൃത എലിസബത്തൊന്നും ഇത്രയും കാലം ഒന്നും പറയാതിരുന്നത്. കാരണം ഇവരെ പുറത്തു പോയി ഒന്നും പറയാതിരിക്കാനും ഇവർ തങ്ങൾക്കെതിരെ പ്രതികരിക്കാതിരിക്കാനും വേണ്ടിയിട്ടുള്ള സെറ്റപ്പൊക്കെ ഇയാൾ ചെയ്തു വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ നീണ്ടു പോയതും. എന്തു തന്നെ ആയാലും കേസ് നല്ല രീതിയിൽ അവസാനിക്കട്ടെ.